ബിസിനസ്സുകാരനായ അശോക് ഭാര്യ അർച്ചനയും മകൾ അനുവിനെയും കൂട്ടി ഒരു യാത്ര പോകുന്നു. വഴിയിൽ അവരുടെ കാറിന് ചെറിയൊരു അപകടം ഉണ്ടാവുകയും രമേശ് എന്നയാളുമായി വഴക്കാവുകയും ചെയ്യുന്നു. പ്രശ്നം പണം നൽകി അവസാനിപ്പിച്ച ശേഷം അവർ യാത്ര തുടർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മകൾ അനുവിനെ കാണാനില്ലെന്ന് അവർക്ക് മനസ്സിലായി. കഥ പിന്നീട് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. മണി ഒരു മെഡിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരനാണ്. ഒരു ദിവസം ഉടമയായ ചിദംബരം ഒരു പാഴ്സൽ എത്തിക്കാൻ മണിയെ ഏൽപ്പിച്ചു. അതിനുള്ളിൽ കൊക്കൈൻ ആണെന്ന് മണിക്ക് അറിയില്ലായിരുന്നു. അതിനിടെ തന്നെ തന്റെ പ്രണയിനിയായ രേഖ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താമെന്ന് മണി തീരുമാനിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ പോയ സമയത്ത് മണിയുടെ വണ്ടി മോഷണം പോകുന്നു. അതിനുള്ളിലാണ് ചിദംബരം നൽകിയ പാഴ്സൽ ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷമാണ് അതിന്റെ ഉള്ളിൽ കൊക്കൈൻ ആണെന്ന് മണി തിരിച്ചറിയുന്നത്. സാധനം തിരികെ കിട്ടിയില്ലെങ്കിൽ 50 ലക്ഷം രൂപ നൽകണമെന്നും ഇല്ലെങ്കിൽ രേഖയെ രക്ഷിക്കാനാകില്ലെന്നും ചിദംബരം ഭീഷണിപ്പെടുത്തുന്നു. പണം കണ്ടെത്താൻ മണിയും രമേശും അരുണിന്റെ പ്ലാൻ പ്രകാരം അശോകിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ അന്ന് അവരുടെ പ്ലാൻ പൂർണ്ണമായി നടന്നില്ല. അന്ന് അവർ ആ കാറിനടുത്തെത്തിയപ്പോൾ അനു അവിടെ ഇല്ലായിരുന്നു. ഇതിനിടെ അർച്ചനെ അവളുടെ പഴയ കാമുകനായ അരുൺ സ്വകാര്യ വീഡിയോകൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. പണം നൽകിയില്ലെങ്കിൽ എല്ലാം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അനുവിനെ തട്ടിക്കൊണ്ടുപോയത് അരുണല്ലെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അനു അവളെ തട്ടിക്കൊണ്ടുപോയവരുടെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഓടിച്ചെന്നത് രമേശിന്റെ ഭാര്യ ഉമയുടെ അടുത്തായിരുന്നു. ഉമ്മ കുട്ടിയെ ഭക്ഷണം കൊടുത്ത് ആശ്വസിപ്പിക്കുകയും പോലീസിൽ ഏൽപ്പിക്കാൻ രമേശിനെ വിളിക്കുകയും ചെയ്യുന്നു. രമേശും മണിയും അവിടെ എത്തിയപ്പോഴാണ് സത്യം മനസ്സിലായത്. തങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ച അതേ കുട്ടിയാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ളത്. ഇതോടെ അവർ സാഹചര്യം മുതലെടുത്ത് അശോകിനെ വിളിച്ച് പൈസ ആവശ്യപ്പെടുന്നു. മകളെ ജീവനോടെ കിട്ടാൻ എത്ര പണം വേണമെങ്കിലും നൽകാൻ അശോക് തയ്യാറാകുന്നു. പണം കൈമാറുന്ന വിവരം അശോക് രഹസ്യമായി പോലീസിനെ അറിയിച്ചിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ പോലീസും അശോകും ചേർന്ന് ചിദംബരത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം മണിയുടെ പ്ലാനാണെന്ന് അവൻ വ്യക്തമാക്കുന്നു. ഇതിനെ തുടർന്ന് അശോകും കൂട്ടരും മണിയെയും രേഖയും പിന്തുടരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവർ അനുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അനു തങ്ങളുടെ കൈവശമില്ലെന്ന് മണിയും അവളും പറയുന്നു. ഇതുകേട്ട് അശോക് രേഖയെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇനി തന്റെ മകളെ തിരികെ തന്നാൽ മാത്രമേ രേഖയെ വിട്ടയക്കൂ എന്ന് അശോക് പറയുന്നു. മണിയുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോയ അനു റോഡിൽ ബോധം കെട്ട് വീഴുകയും അവിടെ ഒരു സ്ത്രീ വന്ന് അനുവിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അശോകിന് മറ്റൊരു ഫോൺ കോൾ വരുന്നത്. യഥാർത്ഥ കിഡ്നാപ്പർ വിളിച്ച് അനുവിന്റെ വീഡിയോ അയച്ചു കൊടുത്ത് കുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ 1 കോടി രൂപ വേണമെന്ന് പറയുന്നു. പണം കൈക്കലാക്കിയ കിഡ്നാപ്പർമാർ കുഞ്ഞിനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് അശോകിനെ അറിയിച്ചെങ്കിലും അശോകും ഭാര്യയും അവിടെ എത്തിയപ്പോൾ മകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം മണി തന്റെ കാണാതായ വണ്ടി മോഷ്ടിച്ചത് മാരിയാണെന്ന് കണ്ടെത്തുന്നു. മാരിയെ പിടികൂടിയപ്പോൾ ചിദംബരത്തോടുള്ള ദേഷ്യത്തിലാണ് അവൻ അത് ചെയ്തതെന്ന് സമ്മതിച്ചു. വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ തിരികെ കിട്ടിയതോടെ മണി അത് ചിദംബരത്തിന് കൈമാറുന്നു. മണിയുടെ സത്യസന്ധത മനസ്സിലാക്കി ചിദംബരം അവനെ സഹായിക്കാൻ തയ്യാറായി. അപ്പോഴാണ് അവിടെ നിന്ന് അനു പുറത്തേക്ക് വരുന്നത്. കിഡ്നാപ്പർ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് പോയ അനുവിനെ ചിദംബരത്തിന്റെ ആളുകൾ കണ്ടെത്തി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് മണി അനുവിനെ അശോകിനെ ഏൽപ്പിക്കുകയും ഇതെല്ലാം തുടക്കം മുതൽ പ്ലാൻ ചെയ്തത് അരുണാണെന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അശോകും മണിയും ചേർന്ന് അരുണിനെ കെണിയിൽപ്പെടുത്തി അവിടെ എത്തുകയും അവിടെ വെച്ച് അനുവിനെ അരുൺ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ പോലീസ് അവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് യഥാർത്ഥ കിഡ്നാപ്പർ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. അശോകിന്റെ സെക്രട്ടറി വീണയുടെ പരിപാടിയായിരുന്നു ഇതെല്ലാം. പഴയൊരു പ്രശ്നത്തിന്റെ പേരിൽ അശോകിനോട് പകയുണ്ടായിരുന്നു ഇവർക്ക്. ആ പ്രതികാരമാണ് അനുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കാരണമായത്. അങ്ങനെ കിഡ്നാപ്പേഴ്സിന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ മണിക്ക് രമേശിനും കൊടുക്കുന്നു. എന്നാൽ അവർക്ക് ഇതിന് അർഹതയില്ലെന്നും പറഞ്ഞ് അവർ ആ പൈസ നിരസിച്ചു പോകുന്നു.